അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആഷി ഉസ്താദിൻ്റെ മറുപടി കേട്ട് നമ്മുടെ ഷമീർ ചിലതൊക്കെ തീരുമാനിച്ചു. അതെ, ആഷി ഉസ്താദ് എന്നോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാമെന്ന്. കാരണം അവളുടെ ആ ഒരു വെളിവില്ലാത്ത വാക്കുകൾ ആർക്കും വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. അതുകൊണ്ട് റബ്ബേ, എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവരാൻ വളരെയധികം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഭയം, അവൾ അതിൽ നിന്ന് പിന്മാറുമോ എന്ന് കരുതിയിട്ട്. ഞാൻ എന്താ റബ്ബേ ചെയ്യുക എനിക്കറിയുന്നില്ല. ഞാൻ എന്തൊക്കെ തന്നെയല്ലേ അവർക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അത് ആഷി ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഷമീറും ആസിഫും ഇറങ്ങി. നീ എന്താ തീരുമാനിക്കുന്നത്? ആസിഫ്, എനിക്ക് തീരുമാനിക്കാനുള്ളത് മറ്റൊന്നുമല്ല. കാരണം അവളുടെ കാര്യത്തിൽ സാരല്ല, ഞാൻ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ്. അല്ല, നീ ഉറപ്പിച്ചോ അവളുമായുള്ള വിവാഹം? അല്ലാതെ എന്ത് ചെയ്യുക, ചതിക്കാൻ പാടില്ലല്ലോ ആരെയും. എനിക്ക് വേണ്ടി ഒരു പക്ഷെ അവൾ കാത്തിരുന്നെങ്കിൽ ആ ആഗ്രഹങ്ങളെല്ലാം വെറുതാവൂലേ? പിന്നെ ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ഒരു കണ്ണീരെനിക്ക് തട്ടൂലേ? അങ്ങനെയൊന്നുമില്ല. നമ്മളിഷ്ടമില്ലാത്തവർക്ക് നമ്മൾ പിന്നെയും ഒരു ബുദ്ധിമുട്ടായിട്ട് അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. നമ്മളിഷ്ടമില്ലെന്ന് കണ്ടാൽ ഒഴിഞ്ഞു മാറുക. വീണ്ടും വീണ്ടും അവരിലേക്ക് സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നത്, അതിനോട് എനിക്ക് താല്പര്യമില്ല. ശരിയാണ്, അതൊക്കെ കാര്യങ്ങൾ ശരിയാണ്. അങ്ങനെ അന്ന് അവർ നേരെ സ്റ്റേഷനിലേക്ക് എത്തി. ആയിഷ സമ്മാനിച്ച ആ ഒരു ഫോട്ടോ ഫ്രെയിം അത് അവൻ എടുത്തു. സാറേ പോവാണോ? അതെ. ഓക്കെ, എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. ഓക്കെ. എന്തൊക്കെ തന്നെയാലും സാറിന് നല്ല അഭിനന്ദനങ്ങളുണ്ട് കേട്ടോ. കാരണം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് അവൾ ഇൻസ്റ്റാഗ്രാമിലും അതിൽ എല്ലാത്തിലും പങ്കുവെച്ച് അതിന് ഒരുപാട് ലൈക്സാണ് കിട്ടിയിരിക്കുന്നത്. ഏതാണ് പോലീസ് എന്നുള്ള ഒരുപാട് കമൻറ്റുകളും. അല്ലാ റബ്ബേ, ഞാൻ വൈറലായോ? അതിനെന്താ, ഓൾറെഡി വൈറലല്ലേ? ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്യമായിട്ടും. അത് പൊതുജനങ്ങൾക്ക് സേവനം നൽകിക്കഴിഞ്ഞാൽ ആരായാലും എടുത്ത് പറയുക തന്നെ ചെയ്യും. ഇത് നമ്മളെ സാറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെ തന്നെയായാലും ഷമീർ പറഞ്ഞു, എന്നെ പുകഴ്ത്തല്ലേ വല്ലാതെ. ഞാൻ എന്നാൽ വീട്ടിലേക്ക് പോട്ടെ. എല്ലാവരോടും ശരി, അസ്സലാമു അലൈക്കും. ഓക്കെ, അങ്ങനെ ഷമീർ നേരെ വീട്ടിലേക്ക് പോകുന്നു. ആ ഫോട്ടോ, അതെ, എൻ്റെ തന്നെ ചിത്രം വരച്ച ആ ഫോട്ടോ അത് അവൻ നേരെ കവറിലാക്കി നേരെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ചു. മോനെ, ഉമ്മ, എന്താ മോനെ അത്? നിൻ്റെ കയ്യിലൊരു കവറേ കണ്ടല്ലോ. അത് നീ എന്നോ എൻ്റെ അടുത്ത് വന്ന് വെക്കലാണ്, ഇന്നിപ്പോൾ എന്താ അത്? അതും ഒരു ഫോട്ടോയാണ്. ഫോട്ടോയോ? എൻ്റെ പൊന്നുമോനെ, എവിടെ? എന്ത് ഫോട്ടോ? അത് ഒരു ഫ്രെയിം, അതൊരു കുട്ടി ഗിഫ്റ്റ് എന്നാണ്. ഗിഫ്റ്റോ? എൻ്റെ പൊന്നുമോനെ നോക്കട്ടെ. അപ്പോഴേതാ ആ ഉമ്മ ആ ഒരു ഗിഫ്റ്റ് നോക്കുകയാണ്. മോനെ ഇത്? അതേ ഉമ്മ, ഓപ്പൺ ചെയ്ത് നോക്കൂ. അങ്ങനെ ഉമ്മ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു. ശരിക്കും അവർ ഞെട്ടിപ്പോയി. മാഷാ അല്ലാ, എൻ്റെ പൊന്നുമോനെ, എന്ത് ശരിക്കും ഒറിജിനാലിറ്റി മോനെ. ഈ ഫോട്ടോ എവിടെ നിന്ന് എടുത്താൽ മോനെ? എൻ്റെ ഉമ്മ, ഇതൊരിക്കലും ഒരു ഫോട്ടോ അല്ല. പിന്നെ എന്താ ഇത്? വരച്ചതാണുമ്മ. വരച്ചതോ? എൻ്റെ പൊന്നുമോനെ, ഇത്ര മാത്രം ഒറിജിനാലിറ്റിയിലോ? അതെ ഉമ്മ, വരച്ചതാണ്. ഇത് വരച്ചത് ഞങ്ങളുടെ DGP സാറിൻ്റെ മകളാണ്. DGP സാറിൻ്റെ മകൾ ആയിഷ. ആയിഷാന്നോ? മാഷാ അല്ലാ. എന്തൊക്കെ തന്നെയായാലും പൊന്നുമോനെ, അവർ വിളിക്കണമല്ലോ വീട്ടിലേക്ക്. അതും ഞാൻ പറഞ്ഞിരുന്നു. മോനെ, എന്നാൽ പിന്നെ നിൻ്റെ കല്യാണത്തിന് അങ്ങോട്ട് വിളിക്കേ. എന്ത് വേണ്ടത്? ഒരു നിമിഷം. അവൻ പറഞ്ഞു, ഉമ്മ, കല്യാണം കളിയാട്ടൊക്കെ ഇപ്പോൾ തൽക്കാലം വേണ്ട. മോനെ ഷമീർ, നീ എന്തേ പറയുന്നത്? അതെ ഉമ്മ, അത് കുറച്ച് കഴിഞ്ഞിട്ട്. എന്നാ മോനെ, ഇനി ഞാൻ പൂതി വെച്ചതാണ് എൻ്റെ പൊന്നുമോനെ. അല്ല മോനെ, നീ പറഞ്ഞിരുന്നല്ലോ ആരൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ടെന്ന്. DGPയുടെ മകളോ നമ്മുടെ വീടും നമ്മുടെ പരിസരമൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ. അതെ ഉമ്മ. മോനെ വിളിച്ച് പറയണം കേട്ടോ. എന്തായാലും അവരൊരു പക്ഷേ സർപ്രൈസ് ആയിട്ടായിരിക്കും. എൻ്റെ പൊന്നുമോനെ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. അതൊന്നും വിഷയമല്ല ഉമ്മ. അവരൊരുപാട് ഭക്ഷണം കഴിക്കാൻ എന്നല്ല, എന്നതിലുപരി ഇവിടെയൊക്കെ ഒന്ന് കാണാൻ എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ അന്ന് ഷമീർ ആ ഒരു ഫോട്ടോ തൻ്റെ റൂമിലെ ആ ചുവരിൻ്റെ താഴെയായിട്ട് വെച്ചു. അത് ഷമീർ അറിയാതെ അവൻ്റെ ആ ഒരു കൈകൾ കൊണ്ട് ആ ഒരു ഫോട്ടോയിൽ പതുക്കെ തഴുകി. അത് അവളുടെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ഒരു മനോഹരമായ ഫോട്ടോ
റബ്ബേ, ഇത് ഞാൻ എന്നും സൂക്ഷിക്കും. അതെ, നമ്മുടെ ഷമീറിൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നി തുടങ്ങിയോ? പക്ഷേ സീനത്തിൻ്റെ ആ ഒരു സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഷമീർ അവന് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ട്, വല്ലാത്ത ദുഃഖമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചതായിരുന്നു സീനത്തിൻ്റെ ജീവിതം കൊടുക്കുക എന്നുള്ളത്. അറിയാതെ എനിക്ക് അവളോടൊരു ഇഷ്ടം തോന്നുകയും ചെയ്തു. അതെ, ആ കുഞ്ഞിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് റബ്ബേ. ഞാൻ എന്ത് ചെയ്യും? എങ്കിൽ അവൾ പെട്ടെന്നിങ്ങനെ വാക്ക് മാറുമോ എനിക്കറിയുന്നില്ല. പഠിച്ചോനെ, സാരല്ല, ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കുകയാണ്. കാരണം വാക്ക് പാലിക്കുക എന്നത് ഒരു മുഅ്മിനിൻ്റെ കടമയാണ്. അത് ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഞാൻ അതിലേക്ക് തന്നെ പോവുകയാണ്. എന്നാൽ മറുഭാഗത്ത് അതെ തന്നെ വരച്ച ആ ചിത്രത്തിനുടമ ആയിഷയുടെ ആ ഒരു ഷാള് ഷമീറിൻ്റെ മുഖത്ത് തട്ടിപ്പോയപ്പോൾ ആ ഒരു സ്മെല്ല് ഇപ്പോഴും അവൻ്റെ മുഖത്ത് തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നി. റബ്ബേ, ശരിയാണ്, അതൊന്നും പാടില്ല, പ്രേമിക്കാനൊന്നും, അതൊക്കെ തെറ്റാണ്. പക്ഷേ ഇതൊരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച അത് പെട്ടെന്നിങ്ങനെ മാറി മറിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല റബ്ബേ. എന്നാൽ ഈ സമയം അത് നമ്മുടെ ആയിഷക്ക് രാത്രി ഉറക്കം വന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട അതെ കൂട്ടുകാരനായ സ്നേഹിതനായ ഷമീറിന് വേണ്ടി കൊടുത്ത സമ്മാനം, അത് കൊടുത്തപ്പോൾ അവന് തന്നെ നോക്കിയത് അവൻ്റെ ആ കണ്ണുകൾ മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അവൻ്റെ മനോഹരമായ വെള്ളാരം കണ്ണുകൾ അവളുടെ മനസ്സിൽ തറച്ചു നിന്നു, മായൊന്നില്ലായിരുന്നു. അതെ, ശരിക്കും ആ കണ്ണുകളിൽ എന്തൊക്കെയോ തന്നോട് പറയാനുണ്ടെന്നൊക്കെ തോന്നല്. റബ്ബേ, വേണ്ട, വിവാഹം ഉറപ്പിച്ച ആളാണ്, പഠിച്ചവനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാ അവർക്ക് 2 പേർക്കും വേണ്ടി ഒരു ഗിഫ്റ്റ് കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ പെട്ടെന്ന് വിവാഹത്തിന് വേണ്ടിയിട്ട് പോകണം, അത് കാണണം, ആസ്വദിക്കണം, സന്തോഷിക്കണം, അതേ ഉള്ളൂ. അതിനപ്പുറത്തേക്കായിട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പഠിച്ചോനെ, എൻ്റെ മനസ്സിൽ ആ ചിന്തകളൊന്നും വെച്ചേക്കല്ലേ. അല്ലാ റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക്. ആയിഷയുടെ മനസ്സിലെ ചിന്തകൾ അത് വളരെയധികം മനോഹരമായിരുന്നു. അവളുടെ മനസ്സിലപ്പോഴും അവൻ്റെ ആ കത്തുന്ന കണ്ണുകളായിരുന്നു. എത്ര തന്നെ മറക്കുവാൻ ശ്രമിച്ചിട്ടും ആ മുഖം അവളുടെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. ഷമീർ, അതെ, നിൻ്റെ കണ്ണുകളിൽ അതെന്താണ്? എന്നോടെന്താണ് നീ പറയുവാൻ വേണ്ടി നിൽക്കുന്നത്? ഷമീർ, എനിക്ക് റബ്ബേ ആ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ലല്ലോ. അല്ലാ, ആയിഷ ഒരു നിമിഷം പടച്ച റബ്ബിനെ ഓർത്തു. അസ്തഗ്ഫിറുല്ലാഹ്.